പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 28 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ സകല ആവശ്യങ്ങളിലും കഴിഞ്ഞ പകൽക്കാലം കൂടെ ഇരുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം, ഒരു പുതിയ പ്രഭാതം കൂടെ ജീവിതത്തിൽ തന്നതിനായിട്ട് അപ്പോഴേക്ക് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദി. ഈ പകൽക്കാലം ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. അപ്പം ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്നത് യഹോവ നിസിയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന്, യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന്, യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്നത്തെ പകൽക്കാലം അതിശയകരമായി ശ്രേഷ്ഠമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേൻ ആമേൻ. കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാണല്ലോ, അങ്ങ് മാത്രം ദൈവമാകുന്നു. 86-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യമാണ്. 12-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കും, കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും ഞാൻ മഹത്വപ്പെടുത്തും. കരമുയർത്തി പറ, കർത്താവിൻ്റെ നാമത്തെ ഞാൻ എന്നേക്കും മഹത്വപ്പെടുത്തും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. അടിപ്പിണരാനുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ അത്ഭുതത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ. ദൈവശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ മരണത്തിൻ്റെ കെണികളും മാറി ദൈവിക ജീവൻ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ആ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് നന്ദി പറയുന്നു. ദൈവമഹത്വം കാണാൻ സഹായിക്കണം. അതുപോലെ കർത്താവെ, വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെട്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ കർത്താവ് കാര്യങ്ങളെ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് കോടതികളുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കാര്യവും അങ്ങ് ഞങ്ങളുടെ വ്യവഹാരവും തീർത്തു തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കാര്യവ്യവഹാരം നടത്തി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവിനോട് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലെസ് ചെയ്യണം. ആമേൻ. കർത്താവെ, ശുശ്രൂഷകളെ മാനിക്കണം. ഈ ദിവസങ്ങളിൽ ഒരു എൻഡൈം റിവൈവൽ ലോകവ്യാപകമായി സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. നാളെ നടക്കുവാനുള്ള ഓൺലൈൻ മീറ്റിംഗ് അനുഗ്രഹമാകണം. ഫ്രൈഡേ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഓഗസ്റ്റ് മാസം 1 ആമേൻ നമുക്ക് ഒരു പ്രത്യേക ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ആമേൻ. പുതിയ മാസത്തിലേക്ക് കയറുന്നതിൻ്റെതായ അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് ഇതാണ്. ആമേൻ ആമേൻ. നമുക്ക് ഏറ്റവും വാല്യുബിളായുള്ളത് നമ്മുടെ ആത്മാവാകും. നമ്മളെപ്പോഴും വാല്യുബിളായിട്ട് കാണുന്നത് ഭൂമിയിൽ കാണാൻ കഴിയുന്ന പലതിനെയുമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, യേശു നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വാല്യുബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. ആമേൻ. ഇന്ന് ലോകം മനുഷ്യനോട് പറയുന്നത് എന്തുവാ? കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ ആമേൻ കാര്യങ്ങൾ, വസ്തുവകൾ സ്വന്തമാക്കണം, കൂടുതലായി ഉയരണം. എന്നാൽ യേശു ചോദിക്കുന്ന ചോദ്യം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. നീ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് പറയുന്നത്, പ്രിയരെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കണം.
ആമേൻ, ആമേൻ. ഈ ഭൂമിയിലെ ജീവിതം വളരെ ചെറുതാണ്, എന്നാൽ നിത്യത വളരെ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിത്യതയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കുവാൻ. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്ന് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 2:11 പറയുന്നു, നിങ്ങൾ പരദേശികളും പ്രവാസികളുമാകുന്നു. ഫിലിപ്പ് ലേഖനം 3 അധ്യായം 20 വാക്യം പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. ഈ ലോകം നമ്മുടെ സ്ഥിര ഭവനമല്ല, നാം വെറും യാത്രക്കാർ മാത്രമാണ്. ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ഒരാൾ അവിടെ സ്ഥിരമായ ഒരു വീട് പണിയുന്നില്ല, കാരണം നാളെ അവർ അവിടുന്ന് പോകാനുള്ളതാണ്. അതുപോലെ ഈ ഭൂമിയിൽ നാം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അതാണ് പാട്ടുകാരൻ പറഞ്ഞ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. ഓർമ്മയുണ്ടല്ലോ ആ പാട്ട്? അല്പകാലത്തേക്കാണ് ഈ ഭൂമിയിൽ വാസിക്കുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ അവധിക്കാലത്തൊക്കെ എവിടെയെങ്കിലും റിസോർട്ടുകളിലൊക്കെ പോയി താമസിക്കുന്ന പോലെ അവിടെ നമ്മൾ 2-3 ദിവസം വളരെ മനോഹരമായി സമയം ചെലവഴിക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ സ്ഥിരമായൊരു വീട് പണിയുന്നില്ല, കാരണം അത് നമ്മുടെ ഭവനമല്ല. അതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് ജോലി ചെയ്യാം, വീട് വെക്കാം, സമ്പാദിക്കാം. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല. നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗീയ ഭവനമാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ലോകം നേടിയെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ടവർ. ഇങ്ങോട്ട് നോക്കി, ലോകത്തെ നേടിയവർ എന്നാൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ സമ്പന്നനായ ഒരു ഭോഷനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 16 മുതൽ 21 വാക്യങ്ങൾ. അവൻ ആ മനുഷ്യൻ വലിയ കളപ്പുരകൾ പണിതു. അവൻ പറഞ്ഞു, എൻ്റെ ആത്മാവെ, ഇനി വർഷങ്ങളോളം സുഖമായി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കർത്താവ് ചോദിച്ചു, ഇന്ന് രാത്രി നിന്റെ ജീവൻ നിന്നോട് ചോദിച്ചാൽ നീ ശേഖരിച്ചു വെച്ചതൊക്കെ എന്തായിത്തീരും? ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഈ സമ്പാദിച്ചു വെച്ചതൊക്കെ എന്തായിത്തീരും? എന്നാൽ അബ്രഹാമിനെ നോക്കിക്കേ. ഇബ്രാഹിം 11:10 പറഞ്ഞു, അബ്രഹാം ഭൂമിയിൽ ജീവിച്ചെങ്കിലും അബ്രഹാം പ്രതീക്ഷിച്ചത് ദൈവം നിർമ്മിച്ച ഒരു നഗരമായിരുന്നു. ആ അബ്രഹാമിൻ്റെ കണ്ണുകളെല്ലാം നിത്യതയിലേക്കായിരുന്നു. മോശ നോക്കിയേ. മോശ ഈ ഫറവോന്റെ കുടുംബത്തിൽ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തു. 2 കൊരിന്ത്യർ 4 അധ്യായം 18 വാക്യം പറഞ്ഞു, കാണപ്പെടുന്നതല്ല കാണപ്പെടാത്തതിനെയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒരു ഓട്ടക്കാരൻ ഓടുമ്പോൾ അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ എത്രയും പെട്ടെന്ന് അവൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തണം. സൈഡിൽ നിന്ന് കൂക്ക് വിളിക്കുന്നവരുണ്ടാകാം, സൈഡിൽ നിന്ന് ആർപ്പ് വിളിക്കുന്നവരുണ്ടാകാം, സൈഡിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ അതൊന്നും നോക്കാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓടുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തുവാ? ജോലി ലഭിക്കാൻ വേണ്ടി ഓടുന്നു, പണം സമ്പാദിക്കാൻ വേണ്ടി ഓടുന്നു, വലിയ വീട് കൊണ്ടുക്കാൻ ഓടുന്നു, വലിയ കാറ് മേടിക്കാൻ ഓടുന്നു, കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ ഓടുന്നു, കൂടുതൽ പ്രശസ്തി ഉണ്ടാക്കാൻ ഓടുന്നു. ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും നമ്മുടെ ഉള്ളിൽ കയറാൻ പാടില്ല. പക്ഷേ യേശുവിനെ നഷ്ടപ്പെടരുത്. എല്ലാം നേടിയിട്ടും യേശുവിനെ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കണം. നമുക്കൊരു ബോധ്യമുണ്ടാകണം, എനിക്കൊരു നിത്യമായ ഭവനം ഒരുക്കപ്പെടുന്നു. എല്ലാ ദിവസവും പറയുക, എനിക്കൊരു നിത്യമായ ഭവനമുണ്ട്. എല്ലാ തീരുമാനങ്ങളിലും നമ്മളോട് തന്നെ ചോദിക്കുക, ഇതെൻ്റെ നിത്യമായ ഭവനത്തിലേക്കുള്ള യാത്രയെ സഹായിക്കുന്നതാണോ ഞാൻ ഈ ചെയ്യുന്നത്? പണം സമ്പാദിക്കുന്നത് തെറ്റല്ല, സമ്പാദിക്കൂ. പക്ഷേ സമ്പത്തിൻ്റെ അടിമയായി നമ്മൾ പോകരുത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവം തരുന്ന എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച് ആത്മാക്കളെ നേടണമെന്നുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എല്ലാ ദിവസവും യേശുവിൻ്റെ വരവിനായി നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. എല്ലാ ദിവസവും യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജോലി ചെയ്യുക, കുടുംബത്തെ സ്നേഹിക്കുക, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം എപ്പോഴും ഓർക്കണം, ഞാൻ സ്വർഗത്തിൻ്റെ പൗരനാണ്, എൻ്റെ യഥാർത്ഥ ഭവനം അവിടെയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ ലോകം വിട്ടുപോകും, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടുപോകും. അപ്പോൾ ദൈവം ചോദിക്കുന്നത് ഇതല്ല, എത്ര പണം സമ്പാദിച്ചു എന്നല്ല, എത്ര സ്ഥലങ്ങൾ മേടിച്ചു എന്നല്ല, എത്ര പേർ നിങ്ങളെ പ്രശംസിച്ചു എന്നല്ല. കർത്താവ് ചോദിക്കുന്ന ഈ യാത്ര നിങ്ങൾ വിശ്വസ്തയോടാണോ നടന്നത്? എത്രമാത്രം നിങ്ങളുടെ ആത്മാവിനെ സൂക്ഷിച്ചു? എത്ര ആത്മാക്കളെ നേടുവാൻ കഴിഞ്ഞു? അതുകൊണ്ട് ഒന്നുകൂടെ ഓർക്കുക, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പറയും? ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര, മാതാവേ, പിതാവേ, ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഞാൻ അങ്ങയുടെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവാൻ
ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എങ്കിൽ അയച്ചു കൊടുക്ക്. കുറേ ആളുകൾ കൂടെ അവരും കേൾക്കട്ടെ. അതും ഒരു നിത്യതയിലേക്കുള്ള ഒരു കാൽവെപ്പ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.